പൊന്നാനി സർവീസ് സഹകരണ ബാങ്കിനെതിരായ കള്ളപ്രചരണം അവസാനിപ്പിക്കണമെന്നും പെൻഷൻ വിതരണം നടത്താത്തത് ട്രഷറിയിൽ നിന്ന് പണം ലഭിക്കാത്തതിനാലാണെന്നും ബാങ്ക് അധികൃതരുടെ വിശദീകരണം. 9,825ഓളം പേർക്ക് 1,83,44,200 രൂപയാണ് ബാങ്ക് വഴി പെൻഷൻ വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പെൻഷൻ വിതരണം ചെയ്യുന്ന ബാങ്കാണ് പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക്. 26-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്കാണ് അക്കൗണ്ടിൽ പണം വന്നു എന്ന് സഹകരണ വകുപ്പിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചതെന്നും തുടർന്ന് ബാങ്ക് ട്രഷറിയിൽ ബന്ധപ്പെട്ടപ്പോൾ പണം വന്നില്ലെന്നും അറിയിപ്പ് ലഭിച്ചു. 51 ആക്ടിവിറ്റി ഗ്രൂപ്പ് അംഗങ്ങൾ വഴി 53 വാർഡുകളിലേക്കുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇന്ന് രാവിലെ മുതൽ വിതരണം ആരംഭിച്ചുവെന്നും ബാങ്ക് സെക്രട്ടറി പറഞ്ഞു. പെൻഷൻ സൈറ്റിൽ വരുന്നത് തന്നെ 26-ാം തീയതി രാവിലെയാണ്. അപ്പോൾ നമുക്ക് പ്രിന്റ് എടുക്കാൻ തന്നെ നമുക്ക് ഒരു ദിവസം വേണം. നമ്മൾ അന്ന് തന്നെ 26-ാം തീയതി മുഴുവൻ എടുത്തു. പിന്നെ 27-ാം തീയതി എടുത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ അത് പെൻഷൻ വിതരണത്തിന് റെഡി ആയിട്ടുള്ളത്. പെൻഷൻ വിതരണം ഇന്ന് രാവിലെ 9:00 തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം 9,825ഓളം പെൻഷൻകാർക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ 51 പേരാണ് നമ്മളിത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കാണ് നമുക്ക് അക്കൗണ്ടിൽ വന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ അറിയിപ്പ് ഞങ്ങൾക്ക് തരുന്നത്. നമ്മളിപ്പോൾ ട്രഷറി ബന്ധപ്പെട്ടപ്പോൾ പൈസ വന്നിട്ടില്ല അവിടെ. പിന്നെ 3 മണിക്കാണ് അക്കൗണ്ടിൽ വന്നേക്കുന്നത്. അന്ന് ഇതെടുത്തിട്ട് ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തി കൊടുക്കാനുള്ള ഒരു സാഹചര്യം അന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്കന്ന് നടത്താൻ സാധിക്കായിരുന്നത്. ബാങ്കിനെതിരെ വ്യാജ പ്രചരണമാണ് നടത്തുന്നതെന്നും മുഴുവൻ പെൻഷൻ തുകയും 2 ദിവസത്തിനകം വിതരണം പൂർത്തീകരിക്കുമെന്നും ബാങ്ക് വൈസ് പ്രസിഡന്റ് VS സുധർമ്മൻ പറഞ്ഞു. UDF നടത്തുന്നത് സമരാഭാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്ടിവിറ്റി ഗ്രൂപ്പിൽ 51 ആളാണ് വിതരണം ചെയ്യുന്നത്. ഈ 51 ആൾക്കും ഈ ലിസ്റ്റും പൈസയും കൂടി ഓരോ മാസവും ഒരേ ലിസ്റ്റല്ല. കുറേ ആൾക്കാർ മരിച്ചവരെയും പുതിയ വന്ന പെൻഷൻകാരെയും ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 26-ാം തീയതി കാലത്താണ് ലിസ്റ്റ് ഓൺലൈനിൽ വന്നത്. അതിന് ശേഷമാണ് ഇതെടുക്കുക. അപ്പോഴും പൈസ എപ്പോഴാണ് വരിക എന്നുള്ളതിൻ്റെ ഒരു അറിയിപ്പില്ല. ഈ 27-ാം തീയതി പൊതു അവധിയാണെന്നുള്ളത് സർക്കാരിനും എല്ലാവർക്കും അറിയാം. പക്ഷേ സർക്കാരിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്നത് 26-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം. ഈ 1 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഈ പൈസ 1,83,00,000 രൂപ കൊണ്ടുവന്ന് ഈ ആക്ടിവിറ്റി ഗ്രൂപ്പിലെ 51 ആളെയും വിളിച്ചു വരുത്തി അവർക്ക് ഈ ലിസ്റ്റ് പ്രകാരമുള്ള പൈസ കൊടുക്കുക. ഒരു കാഷ്യർക്കോ ആർക്കും പറ്റില്ല. കാരണം പൈസയുടെ കാര്യം ഓരോരുത്തർക്കും വിതരണം ചെയ്യുമ്പോൾ കൃത്യമായുള്ള പൈസ അല്ല. 200 ആൾക്ക് പെൻഷൻ കൊടുക്കുന്നവരുണ്ട്, 170 ആൾക്കുള്ള പെൻഷനിൽ. അപ്പോൾ അവരുടെ പെൻഷൻ സംഖ്യ തുക ഇത് ടാലി ചെയ്തിട്ട് ഓരോരുത്തർക്കും വീതം വെച്ച് കൊടുക്കുന്നത് വളരെ ഉത്തരവാദിത്വം ഗൗരവമുള്ള പണിയാണ്. അപ്പോൾ ഇത് ഏതായാലും കഴിഞ്ഞ കാലത്തൊക്കെ എത്രയോ നാളായി ബാങ്ക് പെൻഷൻ കൊടുത്തിരുന്നത് 2 ദിവസത്തെ ഗ്യാപ്പിലാണ്. കാരണം ഒരു ദിവസം ഈ പ്രിൻ്റ് എടുക്കും. ഈ 10,000 ആൾക്കാരെ ലിസ്റ്റ് പ്രിൻ്റ് എടുക്കണമെങ്കിൽ തന്നെ ഒരു പ്രിൻ്റർ കൂടെ എത്ര എടുക്കാൻ പറ്റുന്നത് നമുക്ക് ആലോചിച്ചാൽ ആ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും എടുക്കാനുള്ള 200 വീതമുള്ള കെട്ടുകളായിട്ട് 51 വായിക്കണം. അതിൽ ടോട്ടൽ എമൗണ്ട് വരുന്നത് കാഷ്യറിൽ എത്തിക്കണം. അത് അവർ പൈസ എണ്ണി വാങ്ങിയിട്ട് അവർക്കുള്ള അതിലുള്ള നോട്ടും. കാരണം ക്ഷേമനിധി ഉള്ള ആൾക്കാർക്ക് 600 രൂപയും 700 രൂപയൊക്കെ ഉള്ള പെൻഷനുണ്ട്, മറ്റുള്ളവർക്ക് 2,000. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണം. ആദ്യം പോസ്റ്റ് ചെയ്ത് 4,000 രൂപ പെൻഷൻ. ഈ ആദ്യത്തിൽ തന്നെ ഒരു ഭരണം വന്നിട്ട് കളവ് പറയുന്ന ഒരു സംവിധാനം. അവരുടെ നേതാക്കളും ആ ഒരു സംവിധാനത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നുണ പറയുന്നതിൽ പ്രഗത്ഭന്മാർ. ഇവിടെ 4,000 രൂപ എന്ന് പറഞ്ഞാൽ ഈ സാധാരണ പെൻഷൻകാരെ ഒരു മോഹം കൊടുത്ത് പറ്റിക്കുന്ന ഒരു സമ്പ്രദായം ആദ്യത്തിൽ തുടങ്ങിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇവർക്ക് ഈ 4,000 എന്നുള്ളത് വന്നത്? കഴിഞ്ഞ സർക്കാർ ഇലക്ഷൻ കാലത്ത് അതുവരെയുള്ള കഴിഞ്ഞ മാസം 31-ാം തീയതി വരെയുള്ള പെൻഷൻ മുഴുവൻ കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടാണ് ഈ ഭരണം മാറിയത്. ഈ ഭരണം വന്നപ്പോൾ തന്നെ ആദ്യത്തെ മാസം കൊടുക്കുമ്പോൾ തന്നെ 4,000 എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ജൂൺ മാസത്തെ പെൻഷനും കൂടി വേണം. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഈ പെൻഷൻ കൊടുക്കാൻ പോകുമ്പോൾ അല്ല 4,000 എന്നാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒന്ന് രാവിലെ ഫോൺ വിളിക്കുക ആൾക്കാർ. ഇവിടെ കാലത്ത് 10 മണി തൊട്ടിട്ട് പെൻഷൻ വിതരണം തുടങ്ങി. കാരണം ഈ 51 ആളിൽ ക്യാഷ് കിട്ടിയവർ അപ്പത്തെ, കാരണം അവർ 2-3 ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിക്കും. അപ്പോൾ ആ പൂർത്തീകരിച്ച് വരുമ്പോൾ അവർ വീടുകളിൽ പോകുമ്പോൾ ഈ UDFൻ്റെ പ്രവർത്തകർ ആ വ്യാജ പ്രകടനം നടത്തി 4,000 എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പാവങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ കളവ് പ്രചരിപ്പിക്കുന്ന ഒരു സമര ആഭാസം എന്നുള്ള രൂപത്തിൽ പറയാം.